ഇത്രയും പാവം പിടിച്ച ഈ മനുഷ്യന്മാരൊക്കെ ഈ നിരത്തി നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അതെ, ഞങ്ങളുടെ കൂടെ ഒരു ക്രിമിനൽ ഉണ്ട്. ആ ക്രിമിനലിനെ കണ്ടുപിടിക്കാനാണ് കേട്ടോ ഒരു ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. പോലീസുകാരല്ല, പകരം ഹണിയാണ്. ഹണി ആരാന്നറിയണ്ടേ? ഇതാണ് കേട്ടോ ഹണി. ഹണി എന്ന് പറയുന്നത് കോഴിക്കോട് സിറ്റി പോലീസിന്റെ പൊന്നോമന പുത്രിയാണ്. ഇവളുടെയാണ് ഇന്നത്തെ ഐഡന്റിഫിക്കേഷൻ. ക്യാമ്പ് കഴിഞ്ഞു വരുന്ന വഴിയിൽ ഞങ്ങളെ കണ്ടപ്പോൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയതാണ്. ഞങ്ങൾക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ട് കുറച്ച് സമയം അവിടെയും കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. സംശയാസ്പദമായ കുറച്ച് ആൾക്കാരെ പോലീസ് നിർത്തും, സംശയമുള്ള ആൾക്കാരെ വിളിക്കും. എന്നിട്ട് അതിന് സെൻറ്റ് കൊടുത്തിട്ട് അത് ആരുടെയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ സെൻറ്റ് കൊടുത്താൽ ആ ആളുടെ സെൻറ്റുള്ള ആളാരെന്ന് ഇപ്പോൾ കാണിച്ചു തരും. ആർട്ടിക്കിൾ 2 മാൻ, ഈ മാൻ 2 ആർട്ടിക്കിൾ വേറെ ഉണ്ട്. ആ കൊടുത്തോ. ഹണി ഐഡന്റിഫിക്കേഷന് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിൽ ഒരു സെൻറ്റ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തേച്ച് കൊടുത്തിട്ടുള്ള കർച്ചീഫ് അവിടെ താഴെ ഇടുകയും ചെയ്തു. അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ ഹണി ആ ഒരു സ്മെല്ലിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് കണ്ടേ? തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ വെച്ച ആനയെ പോലെ നിൽക്കുന്ന ഈ തടിമാടന്മാരുടെ അടുത്തേക്ക് നമ്മുടെ ഹണീനെ അങ്ങോട്ട് വിട്ടു. ഹണി ഓരോരുത്തരെയും ചുറ്റി ചുറ്റി നടന്ന് അതിൽ നിന്ന് ആരാണ് ആ സെന്റ് യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അവസാനം ഹണിയുടെ മിഷൻ സക്സസ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ക്രിമിനലിനെ കണ്ടുപിടിച്ചു. മറ്റാരുമല്ല, അത് ശരത് സാറായിരുന്നു. ഇതാണ് സാറ് മുന്നേ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 2 മെൻ. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന തെളിവിന്റെ ആ ഒരു സ്മെല്ല് യൂസ് ചെയ്തുകൊണ്ട് ആരുടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ. ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റാർ ഹണി ആയിരുന്നു. ഹണിയെ എല്ലാവർക്കും അത്രയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഇത് മാത്രമല്ല, മെൻ 2 ആർട്ടിക്കിൾ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ.